ഞാനൊരു റമളാനിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്വർഗ കവാടങ്ങൾ 8 യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ബാബുസ് സ്വലാഹ്, ബാബുൽ ജിഹാദ്, ബാബുസ് സദഖ, ബാബുർ റയ്യാൻ. റമളാൻ മാസത്തിൽ ബാബുർ റയ്യാൻ 4ാമത്തെ സ്വർഗത്തിന്റെ കവാടത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോ നോമ്പുകാരനായി അത്താഴം കഴിച്ച് നേരത്തെ പള്ളിയിലെത്തി തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹ് വാങ്ക് കൊടുത്തതിന് ശേഷം സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സുബ്ഹ് നിസ്കാരം ജമാഅത്തിൽ പങ്കെടുത്ത് ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ഖുർആൻ ഓതി നേരെ ഇൽമു പറയുന്ന മജ്ലിസിൽ വന്ന് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ 4ാമത്തെ ബാബുർ റയ്യാൻ എത്തിയപ്പോ എന്റെ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ഏറ്റവും മുൻനിരയിൽ കസേരയിൽ ഇരിക്കുന്ന കുന്നമംഗലത്തിന് പരിസരത്തുള്ള പൊയിലിൽ ഉമർ ഹാജി, അദ്ദേഹം ആ കസേരയിലങ്ങ് ചാരിക്കിടന്നു കലിമ ചൊല്ലി കണ്ണടച്ചു. എന്തോ ഒരു നല്ല മരണം. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സന്തോഷമാക്കി കൊടുക്കട്ടെ. നമുക്കും വുളൂഓടുകൂടി നല്ല സദസ്സിൽ നിന്ന് ബാധ്യതകളൊക്കെ നിറവേറ്റിയതിന് ശേഷം ഈമാനോടുകൂടി കലിമ ചൊല്ലി പിരിയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. പറയട്ടെ, 3 മോശപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ പ്രകടമാകുന്ന ദുഷിച്ച 3 അടയാളങ്ങൾ ഏതാണ്? മോശപ്പെട്ട അടയാളങ്ങൾ ഹബീബായ തങ്ങൾ പറയുകയാണ്: കള്ളുകുടിച്ചവർ, വ്യഭിചാരം നടത്തിയവർ, ചീട്ട് കളിച്ചവർ, ഹാൻസും പാൻപരാഗും ചവച്ചവർ, ആലിമീങ്ങളെയും തങ്ങന്മാരെയും നിസാരപ്പെടുത്തിയവര്, നാട്ടിൽ സമാധാനം കെടുത്തിയവര്, ഗുണ്ടാശാസനങ്ങളിൽ ഏർപ്പെട്ടവര്, സുബ്ഹാനല്ലാഹ്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിയവര്, സഹജീവികളെ വേദനിപ്പിച്ചവര്, അങ്ങനെ ജീവിതം മുഴുവനും തുലച്ചുകളഞ്ഞ മോശപ്പെട്ട ആളുകൾ മരിക്കുമ്പോ ആ ദുഷിച്ച മനുഷ്യന്റെ മുഖം കറുത്തുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മൾക്ക് കാവല് തരട്ടെ. 2ാമത്തെ മോശപ്പെട്ട അടയാളമേലാണ് ആ മോശപ്പെട്ട വ്യക്തിയുടെ വായയിൽ നിന്ന് പുറത്തോട്ട് നിരവരുന്നു. പടച്ച റബ്ബ് സലാമത്ത് തരട്ടെ. അവസാനം 3ാമത്തെ അടയാളം ഹബീബായ തങ്ങൾ പറയുന്നു: അറത്തിട്ട മൃഗങ്ങൾ ശ്വാസം പോകുന്ന സമയത്ത് അലറുന്ന ശബ്ദം കേൾക്കാറില്ലേ? മോശപ്പെട്ട മനുഷ്യൻ മരിക്കുന്ന വേളയിൽ അവൻ അലറുന്നു, ശബ്ദമുണ്ടാക്കുന്നു. അല്ലാഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സർവ സഹോദരിമാരെയും സഹോദരന്മാരെയും ചെറിയവരെയും വലിയവരെയും ഈ 3 ദുഷിച്ച അടയാളങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ തങ്ങൾ പറയാണ്: ഈ 3 മോശപ്പെട്ട അടയാളം ഏത് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കണ്ടാലും ഫശ്ഹദൂ ലഹു ബിസ്സൂ, അവന്റെ അവസാനം മോശപ്പെട്ടിരിക്കുന്നു, അവന്റെ അവസാനം മോശമായി അവൻ മരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചോ? മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ജല്ല ജലാലുഹു ആദ്യം പറഞ്ഞ നല്ല മുത്തഖീങ്ങളുടെ അടയാളങ്ങൾ പ്രകടമായി നല്ല ഒരു മരണം വരിക്കാൻ
നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അവസാനമായി ഒരു ചരിത്രം പറയാം. സഹോദരിമാരെ, ഞാൻ ഏത് സ്ഥലത്ത് വയലിന് പോയാലും CM വലിയുള്ളാന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് വയല് പറയാറുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പും ഞാൻ മടവൂരിലെ മദദ് തേടിയിട്ടുണ്ട്. മഹാനവറുകളുടെ നോട്ടമുള്ള മജ്ലിസായി ഈ മജ്ലിസ് പടച്ച റബ്ബ് ഖബൂലാക്കി തരട്ടെ. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ല കഴിഞ്ഞ് പാലക്കാട് ജില്ലയുടെ ബോർഡറിലുള്ള ഒരു സ്ഥലത്താണ് വഅദ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ധാരാളം ഉമ്മമാര് അവിടെയുള്ള മദ്രസയിലേക്കും പള്ളിയിലേക്കും പള്ളിയുടെ പരിപാലനത്തിലേക്കും സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയച്ചു. അല്ലാഹുവേ, അവർക്കെല്ലാം സ്വർഗീയ ആഭരണം ധരിപ്പിക്കണം റഹ്മാനേ. നമ്മുടെ നാട്ടിലുള്ള സുന്ദരമായ മസ്ജിദും മദ്രസയും അതിന്റെ സുഗമമായ നടത്തിപ്പിലേക്ക് ഉമ്മമാരെ നിങ്ങൾ സഹകരിക്കണം. CM വലിയുള്ളാനെ അനുസ്മരിച്ച ഈ മജ്ലിസിലേക്ക് പതിവ് പോലെ ഈ കാസർഗോഡ് ജില്ലയിലുള്ള റഹ്മാനിയ മസ്ജിദിന്റെ പരിസരത്തുള്ള ഉമ്മമാരെ, നിങ്ങളും ഈ സദസ്സിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയക്കണം. അല്ലാഹ്, ഈ സദസ്സിലേക്ക് സ്വർണം തരുന്ന മഹതിമാർക്ക് സ്വർഗീയ ആഭരണം ധരിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച നല്ല 3 അടയാളങ്ങൾ പ്രകടമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം കണ്ട് ഒരു വെള്ളിയാഴ്ച രാവോ പകലോ കലിമത്ത് തൗഹീദ് ചൊല്ലി ഉലൂവോടുകൂടി പിരിയാൻ ഈ സദസ്സിലേക്ക് സ്വർണം തരുന്ന മഹതിമാർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അവരെ ശരീരങ്ങളിൽ കത്തിവച്ച് കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ്. ട്യൂമർ നൽകല്ലേ അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ബ്ലോക്ക് നൽകല്ലേ അല്ലാഹ്. ഒരു മാരക രോഗവും നൽകല്ലേ അല്ലാഹ്. അവരെ മക്കളെ ഇൽമുള്ള അതവുള്ള മഹബത്തുള്ള സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് സ്വർണം നൽകുന്ന മഹതിമാരെ, വാപ്പമാര്, ഉമ്മമാര്, മരണപ്പെട്ടുപോയവർ ആരെല്ലാം ഉണ്ടോ അവരെ ഖബറുകൾ സ്വർഗ്ഗതോപ്പാക്കണേ